വന്നു. ഞാൻ അതിനെ കുറിച്ച് പറയാം. 10 വീഡിയോ ഇട്ടപ്പോഴാണ് ഒരു വീഡിയോ തിരിച്ചു കൊടുത്തത്. പക്ഷെ അഭിലാഷ് ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരാളാണ്, ഒരു ഫേമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അങ്ങയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഇതിൽ മുന്നേറുക എന്നുള്ളതാണ്. ഈ കമന്റ് ഇടുന്നവർക്ക് അത് കമന്റോട് കൂടി തീരുകയാണ്, അവരെ ബാധിക്കുന്നില്ല. പക്ഷെ അഭിലാഷിനെ പോലെ ഒരാൾ വന്നിട്ട് അതിന് പ്രതികരിച്ചിട്ട് മോശമായ വാക്കുകൾ പബ്ലിക്കിൽ വന്നിട്ട് കാണിച്ചു കഴിഞ്ഞാൽ അത് അഭിലാഷിന്റെ ഫെയിമിനെ തന്നെയല്ലേ ബുദ്ധിമുട്ടിലാണ്. ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാൻ 1-2 വീഡിയോസ് ഇട്ട് ചിലർ പറഞ്ഞത് നമ്മൾ PMH എന്ന് പറഞ്ഞു ഇങ്ങനെ വീഡിയോ ഇടല്ലേ എന്ന് പറയും. അപ്പൊ നമ്മൾ ഒരു മറുപടി കൊടുത്തില്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് എനിക്ക് എന്താ ധൈര്യം ഇല്ലെന്നുള്ള ചോദ്യം. ഒരൊറ്റ മറുപടി നമ്മൾ ഒരു വീഡിയോ നമ്മൾ സാറി ഇടാറുള്ളൂ, എല്ലാം മറുപടി. അപ്പൊ പിന്നെ അവർ നിർത്തും. കാരണം വെച്ചാൽ അതിപ്പോ നമ്മുടെ അടുത്ത് മെക്കെട്ട് കയറാൻ വന്ന ഒരാളാണെങ്കിലും നമ്മൾ അവർ സൗഹൃദമാക്കി മാറ്റുള്ളൂ. മനസ്സിലായില്ലേ? അതാണ് മനുഷ്യൻ എന്ന് പറഞ്ഞത്. പിന്നെ ഈയിടെ നമ്മുടെ ഷാജി പാപ്പൻ അറിയായിരിക്കുമല്ലോ. ഷാജി പാപ്പൻ എന്നൊരു യൂട്യൂബറാണ്. പുള്ളി ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ വീഡിയോസ് ഇടാറുണ്ട്. ഷാജി പാപ്പൻ പുള്ളി എന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, നമുക്കിപ്പോ ബോഡി ഷേം ചെയ്യുന്ന രീതിയിൽ കരടി എന്നുള്ള ഒരു പേര് വിളിച്ചു. പുള്ളി വിളിച്ചിട്ടാണ് ആൾക്കാർ മൊത്തം നമ്മൾ ആ പേര് വിളിക്കുന്നത്. പക്ഷെ എനിക്ക് വിളിച്ചിട്ടൊന്നും ഇതായിട്ട് പറഞ്ഞല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്താ പറയാ, ഞാൻ ചിലപ്പോൾ ഇരുന്നറായിരിക്കും, കറുത്തിട്ട് ഹാളായിരിക്കും, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പുള്ളി അങ്ങനെ വിളിക്കണമെന്ന് തോന്നുന്നു. എന്റെ ചിലപ്പോൾ ഒരു ഇതുകൊണ്ട് രൂപം കൊണ്ടായിരിക്കും പുള്ളി വിളിക്കുന്നത്. എന്തോ അങ്ങനെയുള്ള ആ വാക്കുകളൊക്കെ വേദനിപ്പിച്ചു. പിന്നെ പലരും ഞാൻ പറഞ്ഞു ഞാനത് എന്നെ തെറി വിളിക്കാൻ ആൾക്കാർ നിർത്തി. ഞാൻ എന്റെ കമന്റിന് താഴെ വന്ന സ്ക്രീൻഷോട്ട് ഞാൻ കാണിച്ചു തരാം. ഈ ഷാജിയാണ് ആൾക്കാർ തെറി വിളിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പാവപ്പെട്ട, അതായത് എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന സ്ത്രീകളുടെ എടുത്തുകൊണ്ട് വന്നിട്ട് അവരെ മോശം പറയാണ്. അതിന് നമ്മൾ നമ്മുടെ മുഖം കണ്ണാടിയിൽ നോക്കണം, വേണ്ടേ? അവര് മോശപ്പെട്ട സ്ത്രീ എന്ന് പറയുമ്പോൾ എന്റെ കൂടെ വരുന്നവരെല്ലാം മോശപ്പെട്ട സ്ത്രീ എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പുള്ളി പറഞ്ഞു. അത് ഇന്നത്തെ നിങ്ങൾക്ക് ഈ മൂവീസ് അങ്ങനെയുള്ള ഒന്നിലും ട്രൈ ചെയ്തിട്ടില്ല പിന്നീട്. പക്ഷേ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ കുറെ ചാനൽസ് ഉണ്ടല്ലോ. അപ്പൊ അവർക്ക് നിങ്ങൾ കണ്ടന്റ് എന്നും പറഞ്ഞു കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നല്ല ശുദ്ധ തെമ്മാടി തരങ്ങളാണ് നിങ്ങൾ സ്ത്രീകളുമായിട്ട് കാണിക്കുന്നത് പലര്. പക്ഷെ ഞാൻ ഇതേ അഭിലാഷിനെ തന്നെ ഞാൻ പ്രശംസിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2 വീഡിയോ വളരെ മനോഹരമായിട്ട് നിങ്ങൾ ചെയ്തു. പേരെനിക്കറിയില്ല. ആ കുട്ടിയുമായിട്ട് നന്നായിട്ട് ചെയ്തു. അപ്പോ നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയും, ചീത്ത കണ്ട. കാരണം അത് എന്തുകൊണ്ടാന്ന് പറയാം, ഒരു പക്ഷേ പ്രേക്ഷകരായ ഞങ്ങൾ ഓരോരുത്തരും അഭിലാഷിനെ പുറത്തെ ഒരാളായിട്ട് കാണുന്നില്ലായിരിക്കും. നമ്മുടെ വീട്ടിലെ ഒരാൾ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സഹോദരൻ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നമ്മുടെ, അല്ലെങ്കിൽ ഏതെങ്കിലും അമ്മ. ഇപ്പൊ ഞാൻ പറയട്ടെ, പിന്നെ നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് കണ്ടന്റ് ചെയ്യാം. പക്ഷെ നിങ്ങൾ കരുതുന്ന പോലെ ഈ സ്ത്രീകളെ മുകളിലേക്ക് പൊക്കിയെറിയുക, അവരെ കെട്ടിപ്പിടിക്കുക, അവരൊക്കെ ചുറ്റും പിടിക്കുക, അവരുടെ വസ്ത്രം പിന്നെ അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ പല ഒരു സീനിൽ കണ്ടു. അതൊരു കണ്ടന്റ് തന്നെ ആക്കിയതാണ്. ഞാൻ എന്റെ ഇട്ടൊരു വീഡിയോ ആണ് ഷാജി എടുത്തോണ്ട് പോയത്. ചേച്ചി എനിക്ക് പണി കിട്ടുന്നതാണ്, ഞാൻ ആ വീഡിയോ ഇടില്ല. ഞാനിട്ട സാധനമാണ് എടുത്തത്. അത് നമുക്ക് നമ്മുടെ കൂടപ്പുറപ്പിനേക്കാളുള്ള ഒരു ഇത്തായാണ്. ഞാൻ വെറുതെ ആയിത്ത പറഞ്ഞു ഏതൊരു കണ്ടന്റ് ചെയ്യാറാന്ന് പറഞ്ഞു. അവിടെ എല്ലാവരും ഉണ്ട്. അപ്പൊ ആയിത്തായി വിമർശിച്ച് ആയിത്താന്ന് പറഞ്ഞ മറ്റേ രേണു സുധീരെ കൂടെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് പുള്ളിക്കാരിനെ പെട്ടെന്ന് പുള്ളി കണ്ടപ്പോ ഇതായത്. അപ്പൊ ഞാനിങ്ങനെ പറയുമ്പോൾ കറക്കുമ്പോ പറഞ്ഞു അയ്യോ മേത്ത് വിളിച്ചുള്ള ഇതൊന്നും വേണ്ട, അത് കണ്ടന്റ് ആണ്, അത് കണ്ടന്റ് ആണ്. താങ്കൾ ഇങ്ങനെ പിന്നെ ഇപ്പം നിങ്ങൾ ഈവൻ ആറാട്ടണ്ണനെ വെച്ചിട്ട് നിങ്ങളുടെ പേജിലൊക്കെ വന്നിട്ടുള്ള ഒരു വീഡിയോസ്, അതിലും അദ്ദേഹം പൊതുവെ ഞാൻ കണ്ടിട്ടുള്ള പുള്ളി ഇപ്പൊ കുറെ ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സിലൊക്കെ പോകുമെങ്കിലും അങ്ങനെയുള്ള കെട്ടിപ്പിടുത്ത വീഡിയോസ് അങ്ങനെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് അഭിലാഷം സെയിം അതുപോലുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യുകയും ചെയ്തു. പക്ഷെ നിങ്ങൾ എൻജോയ് ചെയ്യുന്നതാണെന്നാണ് പൊതുജനങ്ങൾക്ക് തോന്നുന്നത്. യൂട്യൂബ് ചാനലുകാരൊക്കെ പണം തരുന്നുണ്ടോ താങ്കൾക്ക് ആ വീഡിയോ കൊടുക്കുമ്പോൾ? അത് ഞാൻ പറഞ്ഞില്ലേ, അത് ചിലവര് നമുക്ക് ചെയ്യാറുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. അവര് ചിലപ്പോൾ അവരെ റീച്ച് ഒക്കെ ആകുമ്പോൾ നമുക്ക് ചെയ്യാറുണ്ട്. നമ്മളൊരു കണ്ടന്റ് കൊടുക്കുമ്പോൾ താങ്കൾ എന്താണ് താങ്കളുടെ ലക്ഷ്യം? താങ്കൾക്ക് മറ്റു മേഖലകളിലും താങ്കളുടെ സിനിമാ ഫീൽഡിലും മറ്റ് സ്റ്റേജ് ഷോകളും അധികം കിട്ടാത്ത കൊണ്ട് താങ്കൾ ഒരു കണ്ടന്റുകൾ ചെയ്യുന്നു. അതിൽ നിന്ന് താങ്കൾക്ക് ഇൻകം കിട്ടുകയാണെങ്കിൽ ഒരു കാര്യം ചോദിച്ചു, എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. അതായത് നമ്മളിപ്പോ പറയേണ്ട സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഡാൻസ് ചെയ്യണം, പാട്ട് ചെയ്യണം, അല്ലെങ്കിൽ കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ അവർ നശിച്ചു പോകും, കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ നശിച്ചു പോകുന്നുള്ളൊരു ഞാൻ കേൾക്കാറുണ്ട്.